എക്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് മടുത്തൊരു ഹാഷ്ടാഗാണ് ഐ എം എ ബലീബ. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഹിയർ വി ഗോ. കാർലോസ് ബലേബ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട മൂപ്പരുടെ ഡ്രീം ക്ലബ്ബായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് മൂപ്പർ എത്താൻ പോവുകയാണ്. ഒന്നി ഫോർമാലിറ്റി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഒഫീഷ്യൽ എന്താ പറയുക, ഒരു പോസ്റ്റിനും മാത്രമേ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം കൺഫേംഡ് ആണ്. ഡേവിഡ് ഓൺസ്റ്റീൻ, ഫെബ്രിസി റൊമാനോ, അതേപോലെ തന്നെ ലോറി വിറ്റ്വാൽ എല്ലാവരും ഇന്നലെ രാത്രി വന്നിട്ട് ഫുൾ ഇതിനെക്കുറിച്ച് പോസ്റ്റിംഗ് ആയിരുന്നു. ഇതൊരു ഗെയിം ചേഞ്ചിങ് മിഡ്ഫീൽഡ് അഡീഷനാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഫാൻസും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഈവൻ ദോ ചില ഫാൻസിന്, ഇപ്പോൾ എനിക്കടക്കം ഒരു എന്താ പറയുക, ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട് വർക്കാവില്ല എന്നുള്ളത്. പക്ഷേ ഓൺ എ ലാർജർ സ്കെയിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനും ഇതൊരു ഗെയിം ചേഞ്ചിങ് അഡീഷനാണ്. കാരണം ബലേബയാണ് നമുക്ക് വേണ്ട പ്രൊഫൈൽ ഓഫ് മിഡ്ഫീൽഡർ. ശരിയാണ്, നമ്മൾ കുറച്ചൊരു എന്താ പറയുക ഭയങ്കര പ്രശ്നങ്ങളിലൂടെയും എംബാരസ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോകുമായിരുന്നു ട്രാൻസ്ഫർ വിൻഡോയിൽ. പക്ഷേ സമയമെടുത്താലും അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് ഈ വിൻഡോ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ബലേബയുടെ അഡീഷൻ കൊണ്ട് മാത്രമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ബലേബയല്ല വല്ല സാൻഡർ ബർഗറോ അല്ലെങ്കിൽ വല്ല ടൈലർ ആഡംസൊക്കെയാണ് വന്നതെങ്കിൽ ഈ മൂഡായിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഒരു ചിരിയും മൊത്തത്തിലൊരു ലുക്കൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ബലേബ കൊണ്ടുവരുന്നൊരു സന്തോഷം, ബലേബ കൊണ്ടുവരുന്നൊരു ആശ്വാസം, ബലേബ കൊണ്ടുവരുന്നൊരു കോൺഫിഡൻസ്, അത് ഈ ടീമിനും നമ്മൾക്കും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും ഇപ്പോൾ കുറച്ചൊരു ത്രില്ലിലാണ്. 65 മില്യൺ പ്ലസ് 5 മില്യൺ പൗണ്ട്സിൻ്റെ പാക്കേജിലാണ് ബലേബനെ നമ്മൾ എത്തിക്കുന്നത്. ഇതിൽ കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ ബലേബനെ മേടിക്കാൻ പോയപ്പോൾ ബ്രൈറ്റൺ പറഞ്ഞു, നടക്കില്ല മക്കളെ, ഇത് അടുത്ത മോയസസ് കൈസൈഡോ ആണ്, കൈസൈഡോ പോയതിനെക്കാട്ടും കൂടുതൽ പൈസ തന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവനെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ തട്ടിക്കൂട്ടി നിനക്ക് ചെയ്തിട്ട് നമ്മളൊരു ചാമ്പ്യൻസ് ലീഗ് എടുത്തിട്ട് അങ്ങോട്ട് വരാം, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ബലേബ ഫോം ഡിപ്പാവുന്നു, അതേപോലെ തന്നെ കളിക്കുന്നില്ല, ടീമിൽ ഇടന്നിടുന്നില്ല. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുന്നു. ഫാബിൻ ഹേഴ്സൽ ഇവനെ ടീമിൽ എടുക്കുന്നില്ല. 40-42 വയസ്സുള്ള മിൽനർ വരെ അവനെ ബെഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ബലേബ ഇഞ്ചോർഡ് ആവുന്നു. എല്ലാം കഴിഞ്ഞ് 70 മില്യണ് നമ്മൾ ഡീലണ്ട് സൈൻ ചെയ്തു. അതായത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും 50 മില്യൻ്റെ താഴെ 50 മില്യൺ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഡീൽ അങ്ങോട്ട് സൈൻ ചെയ്തത്. അപ്പോൾ എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 120 മില്യൺ ബലേബയ്ക്ക് വേണമെന്ന് പറഞ്ഞ ബ്രൈറ്റൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പറഞ്ഞു 120 മില്യൺ തരൂല, 70 മില്യൺ ഞങ്ങൾ ബലേബനെ വാങ്ങും, 50 മില്യൺ ഞങ്ങൾ ആൻഡ്രെ സാൻഡോസിന് വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ മിഡ്ഫീൽഡ് ഇപ്പോൾ റീബിൽഡ് ആയത്. സോ ഹ്യൂജ് ക്രെഡിറ്റ് ടു ഇനിയോസ്. ഞാൻ എഗെയിൻ പറയാറുണ്ട്, ക്രെഡിറ്റ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ചൗമീനിയൊക്കെ ആയിരുന്നു. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് ദേ ഹാവ് ഡൺ എ ഗുഡ് ജോബ്. നമ്മൾ ഈ ഒരു സമ്മർ വിൻഡോ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് മെയിനായിട്ട്, ഇതിൽ ആരാണ്, ബ്രൈറ്റൺ ആണോ സ്മാർട്ട് അതോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ സ്മാർട്ട്? കാരണം ഇവൻ്റെ ഒരു ഇഞ്ചുറി കൺസേൺ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്തോ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് ഇതുവരെ അറിയില്ല. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയുള്ളൂ. എന്തായാലും സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കാണ് ബലേബ ടീമിലോട്ട് വരുള്ളൂ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയിപ്പോൾ ഇഞ്ചുറി കൺസേൺസ് ആയതുകൊണ്ടാണോ ബ്രൈറ്റൺ ഇവനെ 70 മില്യൺ വിറ്റത്, അതോ നമ്മൾ സ്മാർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഇവന് 70 മില്യൺ കിട്ടിയത്? നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യാം. ബലേബ ഈ ടീമിൽ ഫിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് പല ആൾക്കാരുടെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ എവിടെ കളിപ്പിക്കും, ആരെ കൂടെ കളിപ്പിക്കും, ഏത് മിഡ്ഫീൽഡ് കോമ്പിനേഷനാണ് ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം ചാറ്റുകളിലും അതേപോലെ തന്നെ പരസ്പരം ഫുട്ബോൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും പരസ്പരം ഇപ്പോൾ കുറേ പേര് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വീഡിയോ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ. പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ. അത് പുതിയ ആൾക്കാരിലോട്ടും അതിന് കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്ക്. ബലേബ നമ്മുടെ ടീമിൽ ഫിറ്റ് ആവുന്നുള്ള ചോദ്യമാണ് മെയിനായിട്ട് ഈ വീഡിയോ ഞാനിപ്പോൾ അടുത്ത സെക്ഷനിലൂടെയും കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടാക്ടിക്കൽ നല്ല പറയുന്നില്ല, ഒരു അനാലിസിസ് ഒക്കെ വേണമെങ്കിൽ പറയാം. ഒരു ടാക്ടിക്കൽ ബോർഡ് വെച്ചുകൊണ്ടുള്ളൊരു അനാലിസിസ് ആണ്. അപ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ല ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എങ്ങനെയാണ് ബലേബ നമ്മുടെ ടീമിൽ കളിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇതെൻ്റെ അറിവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിലെടുക്കണം. ഞാനൊരു ഗുരുവൊന്നുമില്ല, എന്നെക്കാട്ടും അറിവുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ തിരുത്താൻ, നോ പ്രോബ്ലം. ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ബലേബ വരുന്നതിനൊക്കെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ ടീമിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയായിരുന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം മിഡ്ഫീൽഡിൽ ടിലമെൻസും സാൻഡോസും ആണ് നമ്മൾക്ക് ഇപ്പോൾ വന്ന അഡീഷൻസ്. കോബി ഇതുവരെ മാച്ച് ഫിറ്റ് ആയിട്ടില്ല. അതിൻ്റെ കൂടെ ബ്രൂണോ ആയിരുന്നു നമ്മുടെ നമ്പർ 10 റോളിൽ. അപ്പോൾ നമുക്കിവിടെയുള്ള ഒരു മെയിൻ പ്രശ്നം നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ, നമ്മൾ ഇങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് എടുക്കുമ്പോൾ, അതായത് സാൻഡോസ്, ടിലമെൻസ്, ബ്രൂണോ മിഡ്ഫീൽഡ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീപ്പിൽ വന്നിട്ട് കളിക്കണം. ബേസിക്കലി നമുക്ക്
ഈ ക്യാരിക്ക് ഉദ്ദേശിക്കുന്നത് ഭയങ്കര അഗ്രസീവ് എന്ന് പറയുന്നില്ല, കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡിൽ ഒപ്പോസിഷൻ ടീമിൻ്റെ ബോക്സിൽ പോയി കളിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ സാൻഡോസും ടിലമെൻസും വെച്ച് നടക്കില്ല. കാരണം നമുക്കൊക്കെ അറിയാവുന്ന പോലെ പേസ് ഇല്ലാത്തതാണ്. ഇവർക്കൊന്നും ആ അത്ലറ്റിസിസം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത്, എന്താ പറയുക, ഇടിച്ചു കുത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ബോഡി, അങ്ങനത്തെ സംഭവമൊന്നും ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. സാൻഡോസ് പിന്നെയും ഓക്കെയാണ്, പക്ഷേ ടിലമെൻസിന് ഒട്ടുമില്ല. സാൻഡോസ് കുറച്ചുകൂടി നമ്പർ 6 റോളിലാണ്, ടിലമെൻസ് കുറച്ചുകൂടി നമ്പർ 8 ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഡീപ്ലി കളിക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊറീനയൊക്കെ പറയുന്ന പോലെ കോമ്പാക്ട് ഷേപ്പ് ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു നമുക്കുള്ള ഒരു വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ ടീമിനെ വെച്ച്, ഇത്ര ഡീപ്പായിട്ട് കളിക്കേണ്ട ഒരു ടീമിനെ വെച്ച് നമ്മൾ ഈ അറ്റാക്കിംഗ് ഫേസിലോട്ട് കയറുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെസ്കോ കുട്ടനും എംബുമോനും നമ്മുടെ ബ്രൂണോ എൽ കപ്പിത്താനോയും ഒക്കെ ഇങ്ങനെ മുമ്പിലേക്ക് കയറി പോകുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഈ ഒരു മോഡലാണ് ക്യാരിക്ക് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്കറിയാം ഈ ടിലമെൻസിനെ പോലത്തെ ഒരു നമ്പർ 8 പ്രൊഫൈൽ കളിക്കുന്ന ഒരു പ്ലെയർ, അവരുടെ കൂടുതലും ടെൻഡൻസി മുന്നോട്ട് കയറി പോകാനായിരിക്കും. കാരണം സ്വാഭാവികമാണ്, അങ്ങനത്തെ ഒരു പ്ലെയറാണ്, ആ ഒരു മൈൻഡ് സെറ്റുള്ള പ്ലെയറാണ് ടിലമെൻസ്. അതുകൊണ്ടാണ് ടിലമെൻസിനെ ബ്രൂണോനെ കൂടെയൊക്കെ മേലെ നിർത്താമെന്ന് നമ്മൾ പറയുന്നത്, ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാൻ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊന്ന്, ഇപ്പോൾ ഈ ബോൾ ബൗൺസ് ആകുമ്പോൾ ആ ഒരു ലാർജ് സ്പേസ് കവർ ചെയ്യാൻ, ഇവിടെ ഈ കാണിക്കുന്ന പോലെ ഈ ഒരു ലാർജ് സ്പേസൊക്കെ കവർ ചെയ്യാൻ ടിലമെൻസിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ലിച്ച, മെഗ്വയർ അല്ലെങ്കിൽ ഷോ പോലത്തെ ആൾക്കാരൊക്കെ എക്സ്പോസ്ഡ് ആകുമായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു സാൻഡോസിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിയിരുന്നത് ഇതുവരെ. അതായത് ആ വലിയൊരു ഏരിയ സാൻഡോസ് ഭയങ്കരമായിട്ട് ഷീൽഡ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഒരു അറ്റാക്കിംഗ് തേർഡിലുള്ളതും അതേപോലെ നമ്മുടെ റെസ്റ്റ് ഡിഫൻസിൻ്റെ ഉള്ളിൽ വരുന്നൊരു സ്പേസ്, അത് സാൻഡോസ് നന്നായിട്ട് അവർ മൂപ്പര് കൈകാര്യം ചെയ്തു. പക്ഷേ എവറി വീക്ക് ഒരു 2 or 3 ഗെയിംസ് കളിച്ചു കഴിഞ്ഞാൽ സാൻഡോസ് ഇഞ്ചോർഡ് ആവും ഇങ്ങനെ കളിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു അഡീഷൻ വേണ്ടിയിരുന്നത്. പിന്നെ ഒരു അഡീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടൈലർ ആഡംസോ അല്ലെങ്കിൽ സാൻഡർ ബർഗറോ ഒന്നല്ല, കൊണ്ടുവരുമ്പോൾ ഒരു കിടലിന് മുതലിനെ കൊണ്ടുവരണം. ആ മുതലാണ് ബലേവ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന സിനാരിയോ. ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് ബലേവ പരിഹരിക്കാൻ പോണത്, അതാണ് ഞാൻ സെക്കൻഡ് സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് സ്ക്രീൻ. ഇത് ഞാൻ ജസ്റ്റ് മെയിനുവിനെയും ബലേബിനെയും പിക്ക് ചെയ്തത് ബിക്കോസ് ഐ തിങ്ക് മെയിനു, ബലേബ, ബ്രൂണോ ആയിരിക്കും നമ്മുടെ ഒരു മിഡ്ഫീൽഡ് ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോംബോ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? അതായത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ മിഡ്ഫീൽഡ് ഒരു ബാലൻസ് ആവുന്നത് ആരൊക്കെ കളിക്കുമ്പോഴായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കോമെൻറ്റ് ചെയ്യുക. പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും. എന്തായാലും നിങ്ങളുടെ റീസൺ മേ ബി നിങ്ങൾക്ക് വയ്ക്കാം, പക്ഷേ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. ബലേബ, ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ സാൻഡോസും ടിലമെൻസും കളിക്കുന്നത് നമുക്കറിയാം കുറച്ചും കൂടി ഡീപ്പിലോട്ട് ഇറങ്ങേണ്ടിയിരുന്നു നമ്മുടെ ടീം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലേബ എന്നൊരു ഫാക്ടർ വരുമ്പോൾ നമ്മുടെ ടീം കുറച്ചും കൂടിയും ഹൈ ലൈൻ കളിക്കാൻ ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും ചോദ്യം ഉണ്ടാവാം, അപ്പോൾ ഇതിൽ ബലേബ നമ്പർ 8 ആണോ, അപ്പോൾ നമ്പർ 6 ആണോ, അപ്പോൾ മെയിനു ആണോ ഷീൽഡ് ചെയ്യാൻ പോകുന്നത്, മെയിനു ആണ് നമ്പർ 6 കളിക്കാൻ പോകുന്നത്? അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്, ഈ ബലേബ എന്ന പ്ലെയറുടെ ഗുണം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുനിയ, നമ്മുടെ എംബുമോൻ, സെസ്കോ കുട്ടൻ, എൽ കപ്പിത്താനോ, ഷോ, ദാമോദർജി, അതേപോലെ തന്നെ ഇങ്ങനത്തെ പേരൊക്കെയാണ് മുന്നിലേക്ക് കയറി പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ മിക്കവാറും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്, ഒരു 2 man റെസ്റ്റ് ഡിഫൻസിലൊക്കെ. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഈ ബലേബയ്ക്ക് വരും കളിക്കുന്ന സാൻഡോസ് ഇവിടെ ഒരു ഷീൽഡ് കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ഈ ബലേബ പറഞ്ഞൊരു പ്രൊഫൈൽ കൊണ്ടുവരുന്ന ഒരു നമുക്ക് തരാൻ പോകുന്ന ഒരു ധൈര്യം ബേസിക്കലി, ഇപ്പോൾ മെയിന് കയറിപ്പോയാലും ബലേബ കുറച്ചും കൂടി മുന്നിലേക്ക് കയറിപ്പോയാലും ലെറ്റ്സ് ഇവിടെ ഒരു സ്പേസ് ഓപ്പൺ ആവുന്നില്ലേ, ഈ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ട് ഒപ്പോണൻസ് അങ്ങോട്ട് ബോൾ എത്തിക്കുന്നതും ബലേബ അത് കണ്ടറിഞ്ഞുകൊണ്ട് അവൻ്റെ പേസും അത്ലറ്റിസിസും റോ ഒരു നേച്ചറുണ്ട് മൂപ്പർക്ക്, അതുകൊണ്ട് മൂപ്പര് ചാടി ഇങ്ങോട്ട് വീഴും, ഈ സ്പേസിൽ എത്തും, വിത്തിൻ സെക്കൻഡ്സ് മൂപ്പർ എത്തും. ഇതായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് മിസ് ചെയ്തിരുന്നത്. ഇതൊരു വലിയ ഫാക്ടറാണ്. ഇപ്പോഴത്തെ ഒരു മൈക്കിൾ കാരിക്കൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേ, ഒരു ഗെയിം ടൈപ്പ് നോക്കുന്നതിൽ ഇത് വലിയൊരു ഫാക്ടറാണ്. ആൻഡ് ദിസ് ഈസ് വൈ വി നീഡ് ബലേബ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമുക്ക് ലെറ്റ്സ് നമ്മൾ ബാക്കിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെഗ്വയറിനെയും ലിച്ചേനും ഷോനെയൊക്കെ വെച്ചിട്ട് ദാമോദർജിയൊക്കെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ബിൽഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് പൊതുവേ. ഈ ഒരു സ്പേസിൽ മെയിനും ഉണ്ടാവും, മെയിനു ബാക്ക് ടു ബോൾ റിസീവ് ചെയ്യാൻ ബെറ്ററാണ്. കുനിയ അതേപോലെ തന്നെ സെസ്കൊക്കെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മിക്കവാറും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലേബയുടെ അഗെയിൻ പ്രസൻസ്. ബലേബ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ മാത്രമല്ല ബോൾ ക്യാരി ചെയ്യാൻ അടിപൊളിയാണ്. അതായത് മൂപ്പർ ആ പേസ്, ബലേബയുടെ ഒരു പേസ് ഉണ്ട്, ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ പായല. മൂപ്പർക്ക് ആ ഇനീഷ്യൽ ഒരു പേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബലേബനെ പിടിച്ചാൽ കിട്ടില്ല. അത് നമ്മൾ പലവട്ടം പല ടീമുകൾക്കെതിരെ, വമ്പൻ ടീമുകൾക്കെതിരെ നമ്മളത് കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ബലേബയുടെ കളി കണ്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് എഗെയിൻ ബലേബയുടെ വേറൊരു ഗുണം. ഈ ഒരു ഫാക്ടറും കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടാൻ പോവുകയാണ്. കാരണം എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കൊല്ലങ്ങളായിട്ട് ഈ ഒരു സംഭവം നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നില്ല.
ഇത് ചെയ്യാൻ നോക്കിയത് എൻ്റെ ഒരു ബോൾ നോളജ് ശരിയാണെങ്കിൽ പോഗ്ബയായിരുന്നു. പോഗ്ബയാണ് പണ്ട് ഈ ഒരു പരിപാടി നോക്കിയത്. പക്ഷേ അത് ശരിക്കും വർക്കൗട്ട് ആയില്ല. കാരണം അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മിഡ്ഫീൽഡേഴ്സ് ഒന്നും മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മെക്ടോമിനി ഫ്രെഡൊക്കെയാണ് കളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പോൾ ബോൾ ബാക്ക് ടു ബോൾ റിസീവ് ചെയ്യുന്ന മെയിനിൻ്റെ അടുത്ത് പന്ത് കിട്ടുമ്പോൾ നമുക്കറിയാം മെയിനും പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. അതിലും വമ്പൻ പ്രസ് റെസിസ്റ്റൻ്റ് ആണ് ഈ നമ്മുടെ ബബ്ലി മോൻ. മൂപ്പരുടെ അടുത്ത് പന്ത് കിട്ടി കഴിഞ്ഞാൽ ഒപ്പോണൻ ടീമിൽ നിന്ന് ഇപ്പോൾ 2 പേര് 3 പേര് വന്നിട്ട് ഇവിടെ പ്രസ് ചെയ്താലും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ 3 പേരുണ്ടെങ്കിലും ബബ്ലിമോൻ സുഖമായിട്ട് ആ മുമ്പിലുള്ള സ്പേസ് ആ കണ്ടെത്തിക്കൊണ്ട് ഒറ്റ തട്ട് കെട്ടി പന്ത് മുമ്പിൽ കണ്ടിടും. മൂപ്പർ പിന്നാലെ ഓടിക്കോളും. ഈ ഒരു റേഞ്ചിലേക്ക് എത്തും പന്തായിട്ട്. ഒരു പേടിയും പേടിക്കണ്ട. ഇതാണ് വേറൊരു ഗുണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്റ്റ് ഉണ്ടാവും പോഗ്ബടി ബലേബയുടെയൊക്കെ സംഭവം. ഞാൻ പറഞ്ഞത് ബലേബ പോഗ്ബ പോലെ ആണെന്നില്ല, പക്ഷേ അങ്ങനത്തെ ആട്രിബ്യൂട്ട്സ് നമുക്ക് കിട്ടുന്ന ഒരു പ്ലെയറാണ് ബലേബ നമ്മുടെ ടീമിലോട്ട്. ഇതാണ് നമ്മുടെ ഒരു ഗുണം. പിന്നെ ഇവിടെ ഉള്ള വേറെ സംഭവം, ഇവൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞൊരു കൺസേൺ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിലമെൻസ് പോലെയോ അല്ലെങ്കിൽ മെയിന് പോലെയോ സാൻഡോസ് പോലെയോ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുന്ന പ്ലെയർ ഒന്നും അല്ല. കൊടുക്കും, പക്ഷേ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുന്ന പ്ലെയർ അല്ല. പക്ഷേ ടിലമെൻസിനില്ലാത്ത പലതും ബലേബ കവർ ചെയ്യും, അല്ലെങ്കിൽ മെയിനില്ലാത്ത പലതും ബലേബ കവർ ചെയ്യും. ഞാൻ ഇവിടെ സ്ക്വാക്കേൻ്റെ ഒരു ഇത് കാണിക്കാം, ഒരു ഡിഫറൻസ് സംഭവം കാണിക്കാം ടിലമെൻസും ബലേബയും തമ്മിലുള്ളത്. അവിടെ മനസ്സിലാവും ടിലമെൻസിലില്ലാതെ എന്താണോ അത് ബലേബയ്ക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. സോ നമ്മൾക്ക് നമ്പർ 6 ആയിട്ടും നമ്പർ 8 ആയിട്ടും ബലേബനെ കളിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ടാക്ടിക്കൽ ബോർഡിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ പല പല എന്താ പറയുക ഡിഫറൻസ് ഓഫ് നേച്ചറുള്ളൊരു പ്ലെയറാണ് ബലേബ. എസ്പെഷ്യലി അവൻ്റെ ഒരു വോട്ട് യു സേ ആ ഒരു സ്റ്റാമിന ഉണ്ടല്ലോ, 90 മിനിറ്റും ഓടി കളിക്കാനുള്ള സ്റ്റാമിന ഭയങ്കരമാണ്. ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള സ്റ്റാമിന ഭയങ്കരമാണ്. അത് കൂടാതെ ഒരു ലെഫ്റ്റ് ഫുട്ടർ മിഡ്ഫീൽഡറാണ്. നമ്മുടെ ടീമിൽ ഇല്ലാത്തൊരു സംഭവം ലെഫ്റ്റ് ഫുട്ടർ മിഡ്ഫീൽഡറാണ്. അത് കൊണ്ടുവരാൻ പോകുന്ന ബാലൻസ് അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടുന്ന് തീർച്ചയായിട്ടും നമ്മൾക്കിപ്പോൾ നേരത്തെ കണ്ട പോലെ ബലേബയ്ക്ക് ഇവിടുന്ന് പന്ത് കിട്ടുമ്പോൾ നമ്മൾക്ക് പണ്ടൊക്കെ ഇവിടെ കളിച്ചിരുന്നത് മേ ബി സാൻഡോസ് ഒക്കെ ആണെങ്കിൽ സാൻഡോസിന് ഈ ഒരു ലെഫ്റ്റിലോട്ടുള്ള പന്തുണ്ടല്ലോ അത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നാച്ചുറലി മൂപ്പർ ലെഫ്റ്റ് ഫുട്ടർ അല്ല, റൈറ്റ് ഫുട്ടർ. അതുകൊണ്ടാണ്. പക്ഷേ അതേ സമയത്ത് ബലേബ വരുമ്പോൾ ബലേബയ്ക്ക് ഈ ഒരു റേഞ്ച് ഓഫ് പാസ് പിക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതും കൂടി ഒരു അഡീഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഗുണങ്ങളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബലേബ വരുന്നതോട് കൂടി കിട്ടാൻ പോകുന്നത്. എഗെയിൻ തീർച്ചയായിട്ടും ഇതൊരു ചെറിയൊരു ടാക്ടിക്കൽ സംഭവമാണ്. ഇതിലും പല പല വലിയ വലിയ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഞാൻ മലയാളത്തിൽ ഞാൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ, കാരണം ഐ റിയലി ലവ് ദിസ് പ്ലെയർ ബലേബ. ശരിയാണ്, അവൻ്റെ ഫോം കുറച്ച് ഔട്ടാണ്, അതുകൊണ്ട് തന്നെ മെൻറ്റാലിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആസ് ഓഫ് നൗ ദ പ്ലെയർ ദാറ്റ് വി നീഡ് ഈസ് ബലേബ. നമ്മുടെ ടീമിലില്ലാത്തൊരു കീടലിന് സംഭവം ബലേബയാണ്. നിങ്ങൾ ആരോട് ചോദിച്ചോ, ഏത് റയൽ ഫാൻസിനോട് ചോദിച്ചോ, ബലേബനെ അവരുടെ ടീമിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോൾ ലിവർപൂളിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലിവർപൂൾ ഫാൻസൊക്കെ പറയും കണ്ണും പൂട്ടിയെടുക്കും ബലേബന്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസ്പെക്റ്റാണ്. കിട്ടിക്കഴിഞ്ഞാൽ മുതലാണ്. ഇനി ക്യാരിക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദി നെക്സ്റ്റ് ബിഗ് തിങ് മിഡ്ഫീൽഡറാണ് ബലേബ. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് ആടെ കോമെൻറ്റ് ചെയ്യുക. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ദിസ് ഹിയർ വി ഗോ വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ജസ്റ്റ് ടാക്ടിക്കലി ഒന്ന് കാണിച്ചെന്നുള്ളൂ. ലുക്കൊക്കെ ഒന്ന് മാറി, കാരണം ബലേബക്കൂട്ടിനൊക്കെ വന്നതല്ലേ, ഒന്ന് വൃത്തിയാവെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണെങ്കിലും പുതിയ ലുക്ക്. മുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, എന്നാലും കാര്യം കണ്ട. പക്ഷേ നിങ്ങളിപ്പോൾ ഹിയർ വിഗ് കാര്യമാക്കിയാൽ മതി, ഇന്ന കാര്യം കണ്ട. അപ്പോൾ എന്തായാലും ബലേബ നമ്മുടെ ടീമിൽ വന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കോമെൻറ്റ് ചെയ്യുക. ഐ ഹോപ്പ് യു ലൈക്ക് ദ ടാക്ടിക്കൽ സംഭവം ഞാൻ കാണിച്ചു തന്നത്, ബിക്കോസ് ഐ വാണ്ടഡ് ദിസ് പ്ലെയർ. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ പ്ലെയറിനെ വേണ്ടത് ബേസിക്കലി. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് റീബിൽഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഒരു 150 മില്യൺ നമ്മുടെ മിഡ്ഫീൽഡ് കംപ്ലീറ്റ് ആക്കുന്നുള്ളതാണ് അപ്പൂപ്പനും കൂട്ടരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ 150 മില്യൻ്റെ അണ്ടറിൽ ഓൾമോസ്റ്റ് നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റാക്കി. നിങ്ങൾ ഈ മിഡ്ഫീൽഡ് റീബിൽഡിൽ ഹാപ്പിയാണോ? അതേപോലെ തന്നെ എത്രയായിരിക്കും നിങ്ങൾ റേറ്റിംഗ് കൊടുക്കാൻ പോകുന്നത്? ബലേബ, ടിലമെൻസ് ആൻഡ് ആന്ത്രേ സാന്റോസ്, ഈ 3 പ്ലേയേഴ്സിനും നിങ്ങൾ ഔട്ട് ഓഫ് 10 എത്രയായിരിക്കും റേറ്റിംഗ് കൊടുക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നാളെ കോമെൻറ്റ് ചെയ്യുക. ഇവിടെ തീരാൻ പാടില്ല. ഇനി നമുക്കൊരു ലെഫ്റ്റ് ബാക്ക് വേണം, ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ വേണം, കൂട്ടത്തിലൊരു സെൻറ്റർ ബാക്കും വേണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ വെച്ചിട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമുക്കിനി ബലേബക്കുട്ടൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ഗെയിം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എൻജോയ് ചെയ്യുക. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഓൾവേസ് ഗ്ലോറി ഗ്ലോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ബബ്ലി. വെൽക്കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. #I am a Baleba.